പൊളിറ്റിക്കൽ സ്ട്രാറ്റജികൾക്കൊക്കെ അപ്പുറം ഈ കുട്ടികളെ ഒന്നുകൂടെ മനസ്സിലാക്കണം. കാരണം അവർ പിടിച്ചാൽ കിട്ടാത്ത ഒരു ജനറേഷനാണ്. ലക്ഷ്യബോധം ഇല്ല എന്നൊക്കെ പറയും, ശരിയാണ്, പക്ഷെ ഉദ്ദേശബോധമുണ്ട്. ഈ രണ്ട് കയ്യിലും ഇങ്ങനെ വീശറി വെച്ചിട്ട് ഒരു പയ്യൻ വിയർത്ത് കുളിച്ച് നിൽക്കുക. ഒരു സെക്കൻഡ് പോലും അതെടുത്ത് അവന് വീശാൻ അവൻ ശ്രമിക്കണില്ല. ചുറ്റും നിൽക്കുന്നവരൊക്കെ വീശിക്കൊടുക്കാം. ഇതെന്ത് ലീഡർഷിപ്പാണ്? ഇതൊക്കെ സെർവിറ്റ്യൂഡ് ലീഡർഷിപ്പിലൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ജന്തർ മന്ദറിൽ കണ്ടു. പക്ഷേ ഈ സമരം വിജയിക്കാനുണ്ടായ ഒരു കാരണം, ഈ സമരത്തെ വിജയിപ്പിക്കാൻ എടുത്ത എഫേർട്ട് സ്വിഗ്ഗിക്കാരും സൊമാറ്റോക്കാരും ഒക്കെ എടുത്തിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയെന്നറിയോ പൈസ വന്ന് ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ ഫുഡ് വരിക. അപ്പോൾ സമരക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും പണിയെടുത്തു. അപ്പോൾ ജെൻസികളെ സപ്പോർട്ട് ചെയ്ത ഒരു 90s, 80s, 70s അപ്പുറത്ത് സ്വിഗ്ഗി വഴി സൊമാറ്റോ വഴി ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്വിഗ്ഗിക്കാരനോ സൊമാറ്റോ വന്നാൽ അറിയാം അവൻ വരുന്നത് ആരുടെയോ ഫുഡുമായിട്ടാണെന്ന്, പേരില്ലാത്ത ഫുഡുമായിട്ട് വരികയാണെന്ന്. ഒരു കുട്ടി അവിടെ കൂടില്ല. ഈ സ്വിഗ്ഗിക്കാരൻ വന്ന് ഒരാളെ തിരഞ്ഞെടുക്കും, അയാൾക്ക് കൊടുക്കും, അവൻ മേടിക്കും. അവിടെ ആത്മീയത ഉണ്ടായിരുന്നു, ദൈവികത ഉണ്ടായിരുന്നു. പക്ഷെ അവരാഘോഷിച്ച രീതി അതവർ കണ്ണാടി വെച്ചും തൊപ്പി വെച്ചും കുറച്ച് ഫാൻസി ഡ്രസ്സൊക്കെ കളിച്ചിട്ടൊക്കെ തന്നെയാണ്. കുറച്ചുകൂടി എൻ്റർടൈനിങ് ആയിരുന്നു. അതാണ്. അപ്പോൾ മാറിയ കാലഘട്ടത്തിൽ എങ്ങനെ സമരം ചെയ്യണമെന്നും നമ്മുടെ കുട്ടികൾ നമ്മളെ പഠിപ്പിക്കാം. അപമാനിക്കപ്പെട്ട ഇന്ത്യൻ യുവതയുടെ രോഷപ്രകടനമായിരുന്നു നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ആ നിമിഷം ഒരുപാട് വൈകാരിക നിമിഷങ്ങൾക്കായിരുന്നു ജന്തർ മന്ദർ സാക്ഷിയായത്. അതിന് സാക്ഷിയായ ഒരാൾ കൂടി എൻ്റെ കൂടെയുണ്ട്. ഇമോഷണൽ സെയിൽസ് ലീഡർഷിപ്പ് കോച്ച് റിയാസ് ഹക്കീമാണ് എൻ്റെ കൂടെയുള്ളത്. എന്തായിരുന്നു ജന്തർ മന്ദറിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ആ ഒരു നിമിഷത്തെ എങ്ങനെയായിരുന്നു ഓർത്തെടുക്കുന്നത്? ഇല്ല, നമ്മളെ സംബന്ധിച്ചോളം കുറേ പാഠങ്ങളായിരുന്നു. ഓർമ്മകളേക്കാൾ കൂടുതൽ പാഠങ്ങൾ പഠിക്കാനാണ് സാധിച്ചത്. പുതിയ തലമുറയുടെ കുട്ടികളുടെ ലീഡർഷിപ്പ് നമുക്ക് പഠിക്കാൻ പറ്റി. നമ്മൾ സാധാരണ ലീഡർഷിപ്പ് കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രെയിനിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നു. പക്ഷേ ഇവിടെ കണ്ട കുട്ടികളുടെ ഒരു ലീഡർഷിപ്പ് എനർജി വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നിസ്വാർത്ഥതയുടെ പുതിയ തലമുറയിലെ കുറേ ആൾരൂപങ്ങൾ. പുതിയ തലമുറ എന്ന് പറയുമ്പോൾ അവരൊരു പുതിയ സമര രീതിയാണ് പഠിപ്പിച്ചത് എന്നുള്ള ഒരു തോന്നലുണ്ടാവും. കാരണം റീൽസിലൂടെ പ്രതിരോധം തീർക്കുന്ന ഒരു ജനതയെ നമ്മളിവിടെ കണ്ടു. എന്ത് തോന്നുന്നു? പുതിയ തലമുറ മാത്രമല്ല കേട്ടോ, ഈ സമരം വിജയിക്കാനുണ്ടായ ഒരു കാരണം, ഈ സമരത്തെ വിജയിപ്പിക്കാൻ എടുത്ത എഫേർട്ട് സ്വിഗ്ഗിക്കാരും സൊമാറ്റോക്കാരും ഒക്കെ എടുത്തിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയെന്നറിയോ പൈസ വന്ന് ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ ഫുഡ് വരിക. അപ്പോൾ സമരക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും പണിയെടുത്തു. അപ്പോൾ ജെൻസികളെ സപ്പോർട്ട് ചെയ്ത ഒരു 90s, 80s, 70s അപ്പുറത്ത് സ്വിഗ്ഗി വഴി സൊമാറ്റോ വഴി ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വലിയ ലക്ഷ്യബോധത്തിലൊക്കെ ജീവിച്ച ഒരു തലമുറയുണ്ട്. പക്ഷെ അവർ ഉദ്ദേശബോധമുള്ള തലമുറയാണ്. അവരൊരു ഉദ്ദേശത്തിന് ഇറങ്ങി തിരിച്ചാൽ ആ ഉദ്ദേശം അവർ നേടിയെടുക്കും. അപ്പം ഉദ്ദേശമാണ് വേണ്ടത്. ലക്ഷ്യത്തെക്കാൾ വലിയ നല്ല നന്മയുള്ള സ്നേഹമുള്ള ചേർത്ത് പിടിക്കലിൻ്റെ ഒരു ഉദ്ദേശം വേണം. ആ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യത്ത് എന്ന് പറയും, ഉദ്ദേശത്തിനാണ് പ്രതിഫലം കിട്ടുക. അത് ജെൻസി പിള്ളേർ തെളിയിച്ചു. എനിവേ താങ്ക് യു. ഇപ്പോൾ നമ്മൾ പ്രവാസ ലോകത്തുള്ള ഒരുപാട് പേര് ഈ ജന്തർ മന്ദർ സമരത്തിൽ പങ്കെടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു മോട്ടിവേഷനായിട്ടാണ്, ഒരു പ്രചോദനമായിട്ടാണ് റിയാസ്ക്ക് അവിടെ പോയി സമരത്തിൽ പങ്കെടുത്തത്. അപ്പോൾ എനിവേ താങ്ക് യു. താങ്ക് യു ബ്രദർ, താങ്ക് യു.